നടൻ ശ്രീനിവാസൻ ഓർമ്മയായി. 90കളുടെ യുവത്വത്തെ ആക്ഷേപഹാസ്യ സിനിമകളിലൂടെ ഇത്രയധികം ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, ആത്മസംഘർഷങ്ങളിലൂടെ അവരെ കടത്തിവിട്ട മറ്റൊരു നടനും സംവിധായകനും മലയാളത്തിലില്ല. വടക്കുനോക്കി യന്ത്രവും സന്ദേശവുമൊക്കെ കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെ നേർപ്പകർപ്പുകളായിട്ടാണ് പുറത്തു വന്നത്. ഇന്നും തളത്തിൽ ദിനേശനെയും കോട്ടപ്പള്ളിയെയും ഒക്കെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും. ഒരേ സമയം സിനിമയെ സാമൂഹിക പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി അവയെ കലാപരമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതേസമയം തന്നെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു രീതി ശ്രീനിവാസൻ സിനിമകൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സന്ദേശം പോലൊരു സിനിമ ഇന്നാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ധാരാളം വിവാദങ്ങളും പ്രതിസന്ധികളും അതിനുണ്ടാകുമായിരുന്നു. 1989 വടക്കുനോക്കി യന്ത്രവും 91 സന്ദേശവും പുറത്തിറങ്ങിയപ്പോൾ മലയാളികൾ കണ്ടത് അതുവരെ ഇല്ലാത്ത വേറിട്ട ഹാസ്യ രൂപങ്ങളാണ്. കഥകൾ മാത്രമല്ല, സിനിമയിലെ കഥാപാത്രങ്ങളെ സ്വയം ഏറ്റെടുത്ത് അവയെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ തൻ്റെ ആശയങ്ങളെ വളരെ രസകരമായി ജനങ്ങളിലേക്ക് എത്തിച്ച പ്രതിഭയാണ്. സിനിമയിൽ അഭിനയിക്കുകയും കഥയെഴുതുകയും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് സിനിമ എന്ന കലാരൂപത്തിൻ്റെ സമഗ്ര മേഖലകളിലും കയ്യൊപ്പ് പതിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. വ്യക്തിജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ധാരാളം വിഷയങ്ങളിൽ അദ്ദേഹം പൊതുസമൂഹത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം പൊറോട്ടയ്ക്കെതിരായിരുന്നു എന്ന ഒരു വാദം. അദ്ദേഹത്തിൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ തന്നെ അത് വളരെ രസകരമായി പല സമയത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് എതിരായി സംസാരിക്കുകയും പരമ്പരാഗത ചികിത്സാ രീതികളോട് വളരെയധികം ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം ധാരാളമായി പുകവലിക്കുകയും ചെയ്തിരുന്നു എന്ന ഒരു സത്യം നിലനിൽക്കും. അങ്ങനെ ജീവിതത്തിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാനും പറയുവാനും ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ധാരാളം വിവാദങ്ങൾ ഉണ്ടായപ്പോഴും അതിനെയെല്ലാം വളരെ രസകരമായ ചിരിയോടുകൂടി നേരിട്ട് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്നും വളർന്നു വന്ന് സാമൂഹിക പശ്ചാത്തലം വളരെ മോശമായിരുന്നിട്ടും വിദ്യാഭ്യാസം നേടി സിനിമയോടുള്ള അഭിനിവേശം കൈവിടാതെ സിനിമ പഠിച്ച് പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ സകലതും സിനിമയാക്കി മാറ്റിയ ഒരു മഹാ വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കലാരംഗത്തിന് മാത്രമല്ല സാമൂഹികവും സാംസ്കാരികവുമായ സമഗ്രമായ മേഖലയിൽ തീർക്കുന്ന വലിയ നഷ്ടം കൂടിയാണത്. ഒരുപക്ഷെ ഇനിയൊരിക്കലും ശ്രീനിവാസനെ പോലെ അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളെ പോലെ വിജയനെയും തളത്തിൽ ദിനേശനെയും ഒക്കെ പോലെ ഒരു കഥാപാത്രത്തെ ഇനി മലയാളിക്ക് ലഭ്യമാകുമെന്ന് കരുതാൻ കഴിയില്ല. അത്രയ്ക്ക് ഓർമ്മകളും ആത്മസംഘർഷങ്ങളും ചിന്തകളുമൊക്കെ ബാക്കി വച്ചിട്ടാണ് മഹാനായ നടൻ ശ്രീനിവാസൻ നമ്മളെ വിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വിട നൽകാം.